33 വർഷമായി ഈ യാത്ര തുടങ്ങിയിട്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രഗത്ഭരായ ശിഷ്യസമ്പത്തുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിമാനം. വിട പറയുകയല്ല, ഏതാവശ്യങ്ങൾക്കും ഒപ്പം ഞാനുണ്ടാകും. നിങ്ങളുടെ എല്ലാ നന്മ നിറഞ്ഞ വാക്കുകൾക്കും ഒത്തിരി നന്ദി. അയ്യോ നീ ടീച്ചറാണോടി? അമ്മയാവാൻ പഠിക്കടി. പോലീസിനെ വിളിക്ക്. ആരുടവൻ? ആ ടീച്ചറിനെ അടിക്കുന്ന സീൻ അത്ര ക്ലിയർ അല്ലല്ലേ? എന്തുവാ സാർ ഇത്ര രസിക്കാണ്ടിരിക്കുന്നത്? സാറേ, എൻ്റെ ആ കണക്ക് സാറിനെ കണ്ട ഇപ്പോൾ ഒന്ന് അടിക്കാൻ തോന്നും. ഇന്ന് ടീച്ചർമാർക്കാണെങ്കിലും നാളെ നമുക്ക് പാരൻസിന് കിട്ടും അടി. ഇതേ സാറ് വരുന്നുണ്ട്. സുബേ, നീ എവിടെന്നാ? എന്തിനാ ടീച്ചറെ തല്ലിയത്? സാറേ, ഇവനെ കൊണ്ടുവന്ന മുതൽ ഇങ്ങനെയാ. എന്ത് ചോദിച്ചാലൊന്നും മിണ്ടില്ല. മെഡിക്കൽ റിപ്പോർട്ടൊക്കെ നോർമലാ. മയക്കുമരുന്നോ കഞ്ചാവൊന്നുമില്ല. ഈ സ്കീ നോർമൽ? അവൻ നോർമലാ സാറേ. ഇതവൻ പഴയ എന്തോ വൈരാഗ്യം വെച്ച് ചെയ്തതാ. ടീച്ചറോട് ഇത്ര വൈരാഗ്യം തോന്നാൻ കാരണം? കഴിഞ്ഞ വർഷം മികച്ച മാതൃകാധ്യാപികയ്ക്കുള്ള അവാർഡ് കിട്ടിയതാ സാറേ. അവനെൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷെ അവന് പ്രത്യേകിച്ച് എന്നോട് വിരോധമൊന്നും തോന്നേണ്ട ആവശ്യമില്ല. ഈ നടന്ന സംഭവം ഒന്ന് വിവരിക്കാവോ? സാറേ, എൻ്റെ ഫെയർവെൽ മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകാൻ തുടങ്ങിയായിരുന്നു. പെട്ടെന്നാണ് സിബി ആക്രോശിച്ചുകൊണ്ട് എൻ്റെ നേരെ പാഞ്ഞെടുത്തത്. ആദ്യത്തെ അടിയിൽ തന്നെ ഞാൻ കസേരകൾക്കിടയിലേക്ക് വീണു. ആരൊക്കെയോ വന്നെന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. പക്ഷെ വീണ്ടും അവൻ എന്നെ വന്നടിച്ചു. ആ ബഹളത്തിൻ്റെ ഇടയ്ക്ക് അവൻ അമ്മയെന്നോ മറ്റോ പറയുന്നുണ്ടായിരുന്നു അല്ലേ? ആ അതെ സാറേ. മേൽദാസി എന്ന സ്ത്രീയുടെ പേര്. മരങ്ങാട്ടുകാരെന്നുള്ള സ്ഥലത്തു നിന്നുള്ളതാ. ഒരു പുറമ്പോക്ക് കേസാ സാറേ. മരങ്ങാട്ടുകാര ഞാൻ അറിയാത്ത സ്ഥലമൊന്നുമല്ലല്ലോ. പക്ഷേ ഈ സ്ത്രീയെ കേസ് കേട്ടാണ് സാറേ. പിന്നെ സ്വഭാവമില്ല ചെറുക്കം കാണിക്കാൻ. മേരി, അപ്പോൾ അമ്മ ഇപ്പം ജീവിച്ചിരിപ്പില്ല അല്ലേ? അപ്പൊ നീ പൊട്ടനല്ല അല്ലടാ? എന്തിനാ സാർ എൻ്റെ ചരിത്രമൊക്കെ അന്വേഷിക്കുന്നത്? ഞാൻ ആ വൃത്തിയിട്ടവിടെ തല്ലി. കേസെടുത്ത് അകത്തെടു സാറേ. കൊലപാതക ശ്രമം. നിർത്തടാ. കണ്ടില്ല സാറേ അവൻ്റെ നകളിപ്പ്? അമ്മയെ പോലെ കാണേണ്ട സ്ത്രീയെ തല്ലിയിട്ട് ന്യായം പറയണോടാ? അമ്മയെ പറ്റി ഉപദേശിക്കാൻ സാറിന്റെ അപ്പനൊന്നുമല്ലല്ലോ. പീറ്ററെ വേണ്ട. അപ്പൊ തന്തയാരെന്നറിയില്ല. പറയാൻ പല തന്തമാരുടെ പേര് ഓർത്ത് വെച്ചിട്ടുണ്ടോ അല്ലടാ? കുഴപ്പമാവോ സാർ? നോക്കട്ടെ. ഹീസ് ഓൾ റൈറ്റ് നൗ. പക്ഷേ ചോദ്യം ചെയ്യുന്നത് കുറച്ച് സമാധാനപരമായിട്ട് മതി കേട്ടോ. ഓക്കെ ഓക്കെ. അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ കിട്ടിയ പീഡനങ്ങളുടെ ബാക്കിയാണ് സാറേ ഫിക്സ്. ചെറുപ്പത്തിൽ തിരിച്ചറിവില്ലാത്തപ്പോൾ അമ്മയെ തേടി വരുന്ന അങ്കിളുമാർ തരുന്ന കളിപ്പാട്ടങ്ങളായിരുന്നു ആകെയുള്ള കൂട്ടുകാർ. പുറത്തിറങ്ങാനും കൂട്ടുവിടാനും പറ്റാത്ത അവസ്ഥ. പുറംപോക്കിലെ മേരിദാസിയുടെ മകൻ. തിരിച്ചറിവാകുമ്പോൾ എൻ്റെ മോനിനെ ശപിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. നിന്നെക്കുറിച്ച് ഓർത്ത് കരയാത്ത ഒറ്റ ദിവസം പോലും ഉണ്ടായിരുന്നില്ല. നീ പഠിച്ചു വലിയ നിലയിലാവുമ്പോൾ ഈ ചെളിക്കുണ്ടിൽ നിന്ന് അമ്മേനെ രക്ഷിക്കുമെന്ന് അമ്മ കരുതിയത്. ഞാനൊരു ഹൈസ്കൂളിലൊക്കെ ആയപ്പോഴാണ് അമ്മയുടെ ജോലി നിന്ന് മനസ്സിലായത്. പിന്നെ അമ്മയിൽ നിന്ന് പതിയെ അകലാൻ തുടങ്ങി. പക്ഷേ മഗ്ദലേന മറിയത്തെ പോലെ എല്ലാ തെറ്റുകളും ഏറ്റുപറഞ്ഞ് ഞാൻ എല്ലാം നിർത്തിയതല്ലേ മോനെ? അപ്പോൾ എല്ലാ കഴിച്ചിലും ക്യാൻസർ വന്നാൽ തിരിഞ്ഞു നോക്കാനല്ല അമ്മ മരിച്ചത്. സംസ്കാര ചടങ്ങിനിടയിലാണ് ഒരു കൈയ്യൻ്റെ ചുമലിലൊന്ന് പതിച്ചത്. ജാൻസി ടീച്ചറുടെ. അമ്മയല്ലാതെ അതിനു മുമ്പ് ആരും എന്നെ സ്നേഹത്തോടെ തൊട്ടിട്ടില്ലായിരുന്നു. പിന്നെ അമ്മാവൻ്റെ വീട്ടിലായി താമസം. എല്ലാ ദിവസവും സ്കൂളിലേക്ക് പോകുന്ന വഴിയിലും സ്കൂളിലെ വരാന്തകളിലും ടീച്ചറിൻ്റെ തലോടൽ ആഗ്രഹിച്ച് ഞാൻ കാത്തു നിന്നു. ഇടയ്ക്കൊക്കെ എന്നെ വിളിച്ച് അമ്മയുടെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. എനിക്കൊരു അമ്മയെ കിട്ടിയ പോലെയായിരുന്നു.
10ാം ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്മേറ്റ് ദേവിക. എൻ്റെ നേരെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് നീട്ടി ദേവിക. എന്നെ ആദ്യമായി കൂട്ടുകാരുടെ പരിഗണിച്ചത് അവളാണ്. അന്നു മുതൽ എൻ്റെ മനസ്സിൽ അവളുടെ സ്നേഹം വളരാൻ തുടങ്ങി. പക്ഷേ ഞാൻ ഒരു തെറ്റ് ചെയ്തു. സ്നേഹം വളർന്ന് കടുത്ത പ്രണയമായി. എൻ്റെ വികാരത്തള്ളിൽ ഒരു കലോത്സവ ദിവസം ഞാൻ ഒറ്റയ്ക്ക് കിട്ടിയപ്പോൾ ചേർത്ത് നിർത്തി ഉമ്മ വെച്ചു. അവിടെ തലങ്ങും വിലങ്ങും ഒടിച്ചു. നീ ഇനി മിണ്ടരുത്, നീ ഒരു വൃത്തിയായിട്ടവരാ, എനിക്ക് വെറുപ്പാ. പിന്നെയുള്ള ദിവസങ്ങൾ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കുറ്റബോധം കൊണ്ട് ഞാൻ ആകെ നീറിപ്പോകഞ്ഞു. എനിക്കത് ആരോടെങ്കിലും പറയണമായിരുന്നു. അവസാനം ഞാനത് ജാൻസി ടീച്ചറോട് പറഞ്ഞു. ഉള്ളിൽ നിന്നൊരു ഭാരം ഇറക്കി വെച്ച പോലെയായിരുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ എച്ച് ഞങ്ങളെ വിളിപ്പിച്ചു. എല്ലാ ടീച്ചർമാരും അറിഞ്ഞു, കൂട്ടുകാരും നാട്ടുകാരും. ഞാനറിഞ്ഞില്ല. ജാൻസി ടീച്ചറുടെ പരദൂഷണ കഥകളിലെ ഒരെണ്ണം മാത്രമായിരുന്നു എൻ്റെ കഥ എന്ന്. എന്തിനാ സിബി നീ ഇതെന്നോട് ചെയ്തത്? നീ ചെയ്ത തെറ്റ് ഞാൻ മറന്നേനെ. പക്ഷേ എല്ലാവരോടും നീ ഇത് പറഞ്ഞു. എന്നെ ഒരു വൃത്തിയായിട്ടവളാക്കി. എനിക്കിനി ജീവിക്കണ്ട. അന്ന് അവളുടെ ബന്ധുക്കളുടെ ഒരു സമ്മാനം ഉണ്ടായിരുന്നു. എന്നെ അവർ അടിച്ച് അവശനാക്കി. ജീവൻ ബാക്കിയുണ്ടായത് ഭാഗ്യം. പിന്നെ അവൾ ആ നാട് വിട്ടു. SSLC കഴിഞ്ഞ് ആ സ്കൂളിൽ ഞാൻ മാത്രം തോറ്റു. അപമാനിക്കപ്പെടാൻ വേറെ എന്തെങ്കിലും വേണോ സാറേ? അമ്മാവൻ്റെ വീട്ടിൽ നിന്ന് പതിയെ ഞാൻ ഇറങ്ങി. പിന്നെ പല ജോലിയും ചെയ്തു നോക്കി. എല്ലാം വിട്ടുപോരേണ്ടി വന്നു. ഒരിക്കലും ഒരു പേര് വീണാം പിന്നെ പോവില്ല സാറേ. കഥ അവിടെ തീർന്നില്ല സിബി. ഞാനെല്ലാം മറന്നു തുടങ്ങിയതാ. പിന്നെ നീ വീണ്ടും വന്നു വർഷങ്ങൾക്ക് ശേഷം എന്നെ കാണാൻ. എന്തിന്? മാപ്പ് പറയാൻ. അറിവില്ലാത്ത പ്രായത്തിൽ പറ്റിയൊരു അബദ്ധം. നിനക്ക് ഞാൻ മാപ്പ് തരുമായിരുന്നു. പക്ഷേ നിനക്കറിയോ, ബന്ധുക്കളുടെ ഇടയിൽ ഞാനൊരു പരിഹാസ കഥാപാത്രമായി. ജാൻസി ടീച്ചറും ചെറിയമ്മയും അടുത്ത കൂട്ടുകാരായിരുന്നു. അവർക്ക് ഏറെ പറയാനുണ്ടായിരുന്നു നമ്മളെക്കുറിച്ച്. എൻ്റെ കല്യാണം മുടങ്ങി പലതവണ. അച്ഛനെന്നെ കണക്കിന് ശകാരിച്ചു. അപമാന ഭാരം കൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങാതെയായി. നിന്റെ അവസ്ഥ കണ്ട് അല്പം കരുണ കാണിച്ചതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഈ കുട്ടി ഇപ്പം എവിടെയുണ്ട്? കഴിഞ്ഞ 5 വർഷമായി അവളുടെ ഓർമ്മ ദിവസം ഞാൻ അവളുടെ വീട്ടിൽ പോകും. അച്ഛൻ്റെ ഒപ്പം ഇരുന്ന് കുറേ നേരം കരയും. അവൾ ചെയ്താൽ ശരി. കുറ്റപ്പെടുത്തലില്ലാത്ത, പരിഹാസങ്ങളില്ലാത്ത ഒരിടം. അവിടേക്ക് അവൾ പോയി. നെഞ്ച് നീറിയ അവള് ജീവിതം അവസാനിപ്പിച്ചത് എല്ലാം നീ കാരണ. എല്ലാവരും കൂടി അവളെ കൊന്നതാ. ടീച്ചറെ സ്കൂളിൻ്റെ പടിയിറങ്ങുന്ന ദിവസം എനിക്ക് കാണാൻ തോന്നി. എനിക്കിത് വികാരങ്ങൾ നിയന്ത്രിക്കാനായില്ല. ഞാൻ അടിച്ചുപോയി സാറേ. സാറേ, എനിക്ക് അവനെ ഒന്ന് കാണണം. സിബി, ടീച്ചർക്ക് പരാതിയില്ല. യു ആർ ഫ്രീ ടു ഗോ. ഓക്കെ. ആ സിബി, ആ. ടീച്ചറോട് സോറി പറഞ്ഞിട്ട് പോടാ. സോറി ടീച്ചറെ, എന്നോട് ക്ഷമിക്ക്. എൻ്റെ അറിവില്ലാണ്ട് പറ്റിയതാ. മോനെ, ഈ വീട്ടിൽ ഞാൻ 15 വർഷം മുന്നേ ആഗ്രഹിച്ചിരുന്നു. എല്ലാം വൈകിപ്പോയി ടീച്ചറെ. നിന്നോട് ഞാനാണ് ക്ഷമ പറയേണ്ടത്. ഞാനാണ് തെറ്റ് ചെയ്തത്. എന്നോട് ക്ഷമിക്കും മോനെ. ഇനിയുള്ള കാലം നിന്നോട് ചെയ്ത തെറ്റിന് പ്രാശ്ചിത്തം ചെയ്ത് ഞാൻ ജീവിച്ചോളാം. സാർ ഇതുവരെ വിട്ടില്ല സാറേ. ഇതുപോലത്തെ എത്രയോ സംഭവങ്ങൾ ദിവസേന നമ്മൾ കാണുന്നു. ഇതങ്ങനെ അല്ലടോ. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ അവൻ്റെ പല തന്തമാരെ കുറിച്ച്. ഓ, അതിലൊരു തന്തയാണോ ഞാൻ. സാറ് എൻ്റെ വീട്ടിലെ ഒരടി അടിക്കാൻ തോന്നണ്ട തന്നെ.